എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 അതുപോലെ +2 പരീക്ഷകൾ അവസാനിച്ചു. അപ്പോൾ പേപ്പർ വാല്യുവേഷൻ ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 20 തീയതി വരെ നടക്കും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഏകദേശം മെയ് 20 ശേഷമാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു +1 ജയിക്കാൻ അല്ലെങ്കിൽ +2 ജയിക്കാൻ എത്ര മാർക്ക് വേണം, അതുപോലെ A+ കിട്ടാനായിട്ട് +1ൽ അല്ലെങ്കിൽ +2ൽ എത്ര മാർക്കാണ് നേടേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ D+ കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കുമോ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വരാം. അതായത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട, അതായത് ആദ്യ ഫസ്റ്റ് ഇയറിൽ ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 18ആണ്. 80 മാർക്കിൻ്റെ വിഷയത്തിൽ ആണെങ്കിൽ 24 മാർക്കും, രണ്ടാം വർഷം അതായത് രണ്ടാമത്തെ വർഷം ഇതേ രീതിയിൽ തന്നെ 18ഉം 24ഉമാണ് വേണ്ടത്. അപ്പോൾ ഇത് 2 വർഷം സെപ്പറേറ്റ് ആയിട്ട് ഈ രീതിയിൽ 18ഉം 24ഉം വായിക്കണം എന്നുള്ളതില്ല. 2 വർഷത്തെയും മാർക്ക് TE മാർക്കിനത്തിൽ, അതായത് യൂത്ത് പരീക്ഷ ലഭിക്കുന്ന മാർക്കിൽ 60 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഈ ഒരു 36 മാർക്കും, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 2 വർഷത്തെ മാർക്ക് കൂടി 48 മാർക്കുമാണ് എഴുത്ത് പരീക്ഷയിൽ, അതായത് CEO അല്ലെങ്കിൽ പ്രാക്ടിക്കലോ എക്സാമോ കൂട്ടാതെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മാർക്ക് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ 36ഓ 48ഓ മാർക്ക് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് പരാജയപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വാങ്ങിക്കേണ്ടത്. +1ൽ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റും ജയിക്കാനായിട്ട് 18ഉം 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ജയിക്കാൻ 24 മാർക്കുമാണ് വേണ്ടത്. ഇതിൻ്റെ ഇരട്ടി ലഭിക്കുകയാണെങ്കിൽ ഡബിൾ പാസ് കിട്ടി എന്നുള്ളത് പറയാം. അതുപോലെ രണ്ടാം വർഷവും ഇതേ രീതിയിൽ തന്നെ 18ഓ അല്ലെങ്കിൽ 24ഓ വാങ്ങിച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ 2 വർഷം ഇതേ രീതിയിൽ 18ഉം 24ഉം വാങ്ങിക്കണം എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമല്ല. 2 വർഷത്തെ എഴുത്ത് പരീക്ഷയിലെ മാർക്ക് കൂടി 36 മാർക്കാണ് 60 മാർക്കിൻ്റെ വിഷയത്തിൽ വേണ്ടത്. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 2 വർഷത്തെ മാർക്കും കൂടി 48 മാർക്ക് വാങ്ങിച്ചാൽ മതി. അതായത് ഓരോ വർഷവും 18ഉം അതുപോലെ തന്നെ 24ഉം വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിനർത്ഥം. അതായത് ഒരു വർഷം നിങ്ങൾക്ക് 15 മാർക്കാണ് കിട്ടിയതെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി, അതായത് ബാലൻസ് ആയിട്ടുള്ള 3 മാർക്ക് കൂടി വാങ്ങി ടോട്ടൽ 21 മാർക്ക് അടുത്ത രണ്ടാം വർഷം വാങ്ങിച്ചു കഴിഞ്ഞാലും ആ ഒരു സബ്ജക്റ്റ്, അതായത് 60 സബ്ജക്റ്റ് ജയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ജയിക്കാനുള്ള മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് A+ ലഭിക്കാനായിട്ട് +1ൽ എത്ര മാർക്ക് വേണം, അതുപോലെ +2ൽ എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ +1ൽ നിങ്ങൾക്ക് A+ ലഭിക്കാനായിട്ട് വേണ്ടത് ആകെ മാർക്കിൻ്റെ 90 മുതൽ 100% വരെയുള്ള മാർക്കാണ്. അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 20 മാർക്ക് CE ഉൾപ്പെടെ നിങ്ങൾക്ക് ടോട്ടൽ 80 മാർക്കിലാണ് സബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ 80ൽ നിങ്ങൾ 72 മാർക്കെങ്കിലും മിനിമം വാങ്ങിക്കണം. അതായത് ഒരു വിദ്യാർത്ഥിക്ക് 20 മാർക്ക് ഫുൾ CE കിട്ടുകയാണ് എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി വാങ്ങിക്കേണ്ട മാർക്ക് എന്നത് പറയുന്നത്, അതായത് ഈ ഒരു 52 മാർക്കാണ്. അപ്പോൾ 52 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ച ഒരു വിദ്യാർത്ഥിക്ക് 20 മാർക്ക് CE കിട്ടിയിട്ടുണ്ട് എങ്കിൽ 72 മാർക്ക് കിട്ടി. അപ്പോൾ 72 ലഭിക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് A+ ഗ്രേഡ് ആയിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ആ ഒരു വിദ്യാർത്ഥി അടുത്ത വർഷം ഇതേ രീതിയിൽ തന്നെ മാർക്ക് വാങ്ങിക്കുകയാണ് എങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് 72ഓ അതിൽ കൂടുതലോ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് A+ ഗ്രേഡിലേക്ക് അത് ചേഞ്ച് ആവുന്നതാണ്. അതായത് ഈ ഒരു 72 മാർക്കും, അതായത് 2 വർഷം 72 മാർക്കും അതുപോലെ 40 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കും നേടുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 140, അതായത് 144ഉം 40 184 മാർക്കാണ് കിട്ടുക. അപ്പോൾ 180 മാർക്ക് മാത്രമേ നിങ്ങൾക്ക്, അതായത് രണ്ടാം വർഷം ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു, അതായത് 68 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥിക്ക് 180 ലഭിക്കുന്നത് കൊണ്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് A+ ഗ്രേഡിലേക്ക് ചേഞ്ച് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 100ലാണ് മാർക്ക് വരിക. അപ്പോൾ 100ൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 20 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ 72 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം 90, അതായത് 70 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു A+ റേഞ്ചിലേക്ക് വരും. കാരണം 72 വാങ്ങിക്കേണ്ട ഇതില്ല, അതായത് 70 മാർക്ക് വാങ്ങിച്ചാൽ തന്നെ അത് CE ഫുള്ള് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി 70 മാർക്ക് വാങ്ങിച്ചാൽ മതി. CE 18ആണ് കിട്ടുന്നതെങ്കിൽ 72 വാങ്ങിക്കണം. അപ്പോൾ ഈ രീതിയിൽ 90 മാർക്കാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ 90 മാർക്ക് രണ്ടാം വർഷം ഇതേ രീതിയിൽ തന്നെ ലഭിക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 180 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 180 മാർക്കാണ് ആ ഒരു A+ റേഞ്ചിൽ ലഭിക്കാനുള്ള, A+ കിട്ടാനുള്ള തുടക്കത്തിലുള്ള മാർക്ക്. അപ്പോൾ 180 ലഭിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് A+ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഗ്രേഡിൻ്റെയും മാർക്കിൻ്റെ റേഞ്ച് നോക്കാം. അപ്പോൾ A+ കിട്ടണമെങ്കിൽ 180 മുതൽ 200 വരെ മാർക്കിനുള്ളിൽ ലഭിക്കണം. അതുപോലെ A കിട്ടണമെങ്കിൽ 160 മുതൽ 179 വരെയും, B+ കിട്ടണമെങ്കിൽ 140 മുതൽ 159 വരെയും, B കിട്ടണമെങ്കിൽ 120 തൊട്ട് 139 വരെയും മാർക്ക് നേടിയിരിക്കണം. ഇനി അടുത്ത ഘട്ടങ്ങളിലാണ് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ C+ഓ CO D+ഓ DO കിട്ടിയാലും തോൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 30% മിനിമം
TE മാർക്ക് നേടിയിരിക്കണം എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 100 മുതൽ 119 വരെ മാർക്കാണ് C+ ഗ്രേഡ്, അതുപോലെ 80 മുതൽ 99 വരെ മാർക്കാണ് C ഗ്രേഡ്, അതുപോലെ തന്നെ 60 മുതൽ 79 വരെയാണ് D+ ഗ്രേഡ്, അതുപോലെ 40 മുതൽ 59 വരെയാണ് ഈ ഒരു D ഗ്രേഡ്. 40 മാർക്കിന് താഴെ കിട്ടുന്ന വിദ്യാർത്ഥിക്ക്, അതായത് 2 വർഷം കൂടി 40 മാർക്കിന് താഴെ കിട്ടുകയാണെങ്കിൽ E ഗ്രേഡാണ്. അപ്പോൾ അങ്ങനെ ആർക്കും E ഗ്രേഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം CE മാർക്ക് കൂട്ടുന്ന സമയത്ത് തന്നെ അത് ഏകദേശം 40 മാർക്കോളം ഉണ്ട്. അപ്പോൾ എഴുത്ത് പരീക്ഷയിൽ ഏതായാലും 2 വർഷത്തെ മാർക്ക് കൂട്ടുന്ന സമയത്ത് 40-ൽ കൂടുതൽ മാർക്ക് ഉറപ്പായിട്ടും കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 30% കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് C+ കിട്ടിക്കഴിഞ്ഞാലും 30% മാർക്ക് മിനിമം നേടിയിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സാമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 40 മാർക്ക് പ്രാക്ടിക്കലിന് ലഭിച്ചു. അതുപോലെ CE മാർക്ക് 2 വർഷത്തെ നോക്കുമ്പോൾ 40 മാർക്ക് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ ടോട്ടൽ എത്ര മാർക്കായി? അതായത് ടോട്ടൽ 80 മാർക്കായി. അപ്പോൾ ഇതിനോടൊപ്പം ആ ഒരു വിദ്യാർത്ഥിക്ക് ടോട്ടൽ, അതായത് എഴുത്ത് പരീക്ഷ ലഭിച്ച ആകെ മാർക്ക് എന്ന് പറയുന്നത് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത് ഒരു 30 മാർക്കാണെന്ന് കരുതുക. അതായത് 2 വർഷം, ആദ്യത്തെ വർഷം ഒരു 14, രണ്ടാമത്തെ വർഷം 16 മാർക്കും കിട്ടിയെന്ന് കരുതുക. അങ്ങനെ നോക്കുമ്പോൾ 30 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 80ഉം 30ഉം ടോട്ടൽ 110 മാർക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ 119 മാർക്ക് C+ ആണ്. പക്ഷേങ്കിൽ C+ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ഒരു വിദ്യാർത്ഥിക്ക് TE മാർക്കിനത്തിൽ 30 മാർക്കേ കിട്ടിയുള്ളൂ. ജയിക്കാൻ വേണ്ട 36 മാർക്കിൽ 6 മാർക്ക് കുറവാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് C+ കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ C കിട്ടിക്കഴിഞ്ഞാലും D+ കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥി തോൽക്കും എന്നുള്ള കാര്യം ആണ് മനസ്സിലാക്കേണ്ടത്. കാരണം പല വിദ്യാർത്ഥികൾക്കും പ്രധാനമായിട്ടും വരുന്ന സംശയമായിരുന്നു ഈ ഒരു C+ അല്ലെങ്കിൽ C കിട്ടി, D+ കിട്ടി, അപ്പോൾ ഇത് കിട്ടിയിട്ടും ആ ഒരു വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ റിസൾട്ടിൽ NHS എന്ന് പറഞ്ഞുകൊണ്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ റിസൾട്ടിൽ ഈ ഒരു രീതിയിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ മിനിമം ആയിട്ടുള്ള TE മാർക്കായുള്ള 36ഉം അതുപോലെ 48 മാർക്കും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും വാങ്ങിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് CE മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജയിക്കും എന്നുള്ളത്. നിങ്ങൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ CE മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. അതേസമയം +2-ൽ നിങ്ങൾ മിനിമം TE മാർക്ക് നേടണം എന്നുള്ള നിബന്ധന ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു CE മാർക്ക് കിട്ടിയത് കൊണ്ട് ജയിക്കില്ല. നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 36, 48 മാർക്ക് മിനിമം 2 വർഷത്തെ മാർക്ക് ഇനത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു പരീക്ഷ പാസ്സാവുള്ളൂ. അല്ലാതെ CE മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജിനെ വർദ്ധിപ്പിക്കും എന്നല്ലാതെ നിങ്ങൾ ജയിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ TE മാർക്കിനത്തിൽ 2 വർഷത്തേക്ക് കൂട്ടുന്ന സമയത്ത് 60-ൽ 36 അതുപോലെ 80-ൽ 48 മാർക്കോ കിട്ടാതെ ജയിക്കില്ല. ഇനി നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പരീക്ഷയിൽ പാസ്സാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് വല്ല ഗ്രേസ് മാർക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ +2-ൻ്റെ മാർക്കിനോടൊപ്പമാണ് അത് ആഡ് ചെയ്ത് നൽകുക. അത് 90% ആകുന്നത് വരെയാണ് ആ ഒരു മാർക്ക്, ഗ്രേസ് മാർക്ക് നിങ്ങളുടെ ആ ഒരു എത്രത്തോളം മാർക്ക് നിങ്ങൾക്കുണ്ടോ അതനുസരിച്ചിട്ടാണ് ആ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. മാക്സിമം 90% മാർക്ക് ആകുന്നത് വരെയാണ് ആ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് നൽകുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിനത്തിൽ ഗ്രേസ് മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ സിമ്പിളായിട്ട് തന്നെ പാസ്സാവാൻ സാധിക്കും. അതായത് ജസ്റ്റ് 5 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 1 മാർക്കിൻ്റെയൊക്കെ വ്യത്യാസം വരികയാണെങ്കിൽ തന്നെ ആ ഒരു ഗ്രേസ് മാർക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പാസ്സാവും. +1 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ +1 മാർക്കിനോടൊപ്പവും, +2 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ +2 മാർക്കിനോടൊപ്പവുമാണ് ആ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് നൽകുക. നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് അതിൽ പ്രത്യേക കോളം തന്നെ നൽകിയിട്ടുണ്ടാകും, GM എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നിങ്ങൾക്ക് എത്ര ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ GM എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം നൽകിയിട്ടുള്ളത്. അതിൽ ഓരോ സബ്ജക്റ്റും, അതായത് ഏതെല്ലാം സബ്ജക്റ്റാണ് എത്ര വീതം ഗ്രേസ് മാർക്കാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അത് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടിക്കലോ അല്ലെങ്കിൽ CE മാർക്കോ കൂട്ടാതെ മിനിമം ആയിട്ടുള്ള 48 മാർക്കും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിൽ 36 മാർക്കും നേടേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ നേടാതെ വിദ്യാർത്ഥികൾ D+ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാലും ഫെയിൽഡ് ആവുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു +2 അഥവാ ഫെയിൽഡായി കഴിഞ്ഞാൽ സേ ആണോ ഇമ്പ്രൂവ്മെൻ്റ് ആണോ എന്നുള്ളത്. സേ പരീക്ഷയാണ് എഴുതേണ്ടത്. ജയിക്കുകയാണെങ്കിൽ റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എത്ര മാർക്കാണ് ജയിക്കാനായിട്ട് ആ ഒരു സമയത്ത് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. നിങ്ങൾ +2-ന് പരീക്ഷ എഴുതുന്ന സമയത്ത് എത്ര മാർക്കായിരുന്നു നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടിയിരുന്നത്? ആ ഒരു മാർക്കാണ് നിങ്ങൾ ആ ഒരു +2 സേ പരീക്ഷ എഴുതുന്ന സമയത്ത് വാങ്ങിക്കേണ്ടത്. അതായത്
നിങ്ങൾക്ക് ആകെ ജയിക്കാൻ വേണ്ട 36 മാർക്കിൻ്റെ അതായത് ജയിക്കാൻ വേണ്ട സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ 80-ൽ 48 ജയിക്കാൻ വേണ്ട സബ്ജക്റ്റ് ആണെങ്കിൽ 36-ൽ നിന്നോ അല്ലെങ്കിൽ 48-ൽ നിന്നോ നിങ്ങൾക്ക് +1 ലഭിച്ച TE മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ എത്ര ലഭിക്കുന്നുവോ ആ ഒരു മാർക്കാണ് നിങ്ങൾ +2 സേ പരീക്ഷയിൽ നേടേണ്ടത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബയോളജിയിൽ തന്നെ സുവോളജി അതുപോലെ ബോട്ടണി എന്നിവയുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ 2 വിഷയത്തിനും കൂടി ടോട്ടൽ 18 മാർക്ക് വാങ്ങിക്കണം. അല്ലാതെ ബോട്ടണിക്കും സുവോളജിക്കും സെപ്പറേറ്റ് വീതം മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് നിർബന്ധമല്ല. നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് D+ ഗ്രേഡ് ഫോർ ബയോളജി, സെപ്പറേറ്റ് മിനിമം ഫോർ ബോട്ടണി ഓർ സുവോളജി ഈസ് നോട്ട് നെസസറി. അതായത് ബോട്ടണിക്കും സുവോളജിക്കും സെപ്പറേറ്റ് ആയിട്ട് മിനിമം സ്കോർ വാങ്ങിക്കണം എന്നുള്ള നിർബന്ധമില്ല. ഈ ഒരു ബോട്ടണിക്കും സുവോളജിക്കും രണ്ടും കൂടി നിങ്ങൾ D+ ഗ്രേഡ്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ 2 വർഷത്തേക്ക് കൂടി ടോട്ടൽ ബോട്ടണിക്കും സുവോളജിക്കും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് നിങ്ങൾ 18 മാർക്ക് ഒരു വർഷം 2 വർഷം കൂട്ടുമ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 36 മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതാണ് നിബന്ധനയായിട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.